നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ്. രാത്രിയിൽ കിടക്കുമ്പോൾ വെറുതെ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് മനസ്സ് തുടങ്ങും, ഞാൻ പറഞ്ഞത് തെറ്റായോ? അവൾ എന്ത് വിചാരിക്കും? നാളെ എന്താകും സംഭവിക്കുന്നത്? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓവർ തിങ്കിങ് നിർത്താനുള്ള അത്ഭുത രഹസ്യമാണ്. ബിസി ആയിരിക്കുക, മീനിങ് ഫുള്ളി ബിസി. ഈ വീഡിയോ അവസാനം വരെ കാണൂ. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിന് ജീവിതകാലം മുഴുവൻ സമാധാനം നൽകാൻ പറ്റും. ഒരു നാട്ടിൽ രണ്ട് യുവാക്കളുണ്ടായിരുന്നു. രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ടു. ആദ്യത്തെ യുവാവ് രാവിലെ എപ്പോഴും വൈകി എണിക്കും. എപ്പോഴും പരാതി, മൊബൈൽ, ഇൻസ്റ്റാഗ്രാം, ഷോർട്സ്, റീൽസ് കണ്ടുകൊണ്ട് സമയം കളഞ്ഞു. ഇനി എനിക്ക് ജോലി കിട്ടില്ല, എൻ്റെ ജീവിതം തീർന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ രണ്ടാമത്തെ യുവാവ് ഡെയിലി രാവിലെ എഴുന്നേൽക്കും, മെഡിറ്റേഷൻ ചെയ്യും, ജേർണലിംഗ് ചെയ്യും, എക്സസൈസ് ചെയ്യും, പുതിയ പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു, റെസ്യൂം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 6 മാസത്തിന് ശേഷം ആദ്യത്തെ യുവാവിൻ്റെ അവസ്ഥ അതേ അവസ്ഥ. എന്നാൽ രണ്ടാമത്തെ യുവാവിന് പുതിയ ജോലി ലഭിച്ചു. രണ്ടുപേരുടെയും സാഹചര്യം ഒന്ന് തന്നെയായിരുന്നു. ഒരാൾ ചിന്തിച്ചു കൊണ്ടേയിരുന്നു, എന്നാൽ മറ്റേയാൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പ്രോവർബ് ഉണ്ട്, എൻ ഐഡിയൽ മൈൻഡ് ഈസ് ദി ഡെവിൽസ് വർക്ക്ഷോപ്പ്. ഇന്ന് ഞാനത് മാറ്റി പറയുന്നു. എൻ ഐഡിയൽ മൈൻഡ് ഈസ് ആൻ ഓവർ തിങ്കേഴ്സ് വർക്ക്ഷോപ്പ്. മനസ്സ് ശൂന്യമാകുമ്പോൾ അത് ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ യാത്ര ചെയ്യും. അതൊരിക്കലും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കില്ല. എന്താണ് ബിസി? ബിസി ആയിരിക്കുക എന്നാൽ 24 മണിക്കൂറും ജോലി ചെയ്യുക എന്നതല്ല, മനസ്സിന് നല്ല ഭക്ഷണം നൽകുക എന്നതാണ്. കാരണം മനസ്സ് ഒരേ സമയം രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ഇടം കുറയും. തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറയാം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുക. എക്സസൈസ് ചെയ്യുമ്പോൾ തലച്ചോറിൽ എൻഡോർഫിൻസ്, ഡോപ്പമിൻസ് എന്നിവ വർദ്ധിക്കും. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയും. ശരീരം ചലിച്ചാൽ മനസ്സ് ശാന്തമാകും. അടുത്തത്, നമ്മൾ എന്തെങ്കിലും പുതിയതായി പഠിക്കുക. ഒരു പുതിയ ഭാഷ, അല്ലെങ്കിൽ കുക്കിംഗ്, ഫോട്ടോഗ്രാഫി, മ്യൂസിക്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻ സൃഷ്ടിക്കും. നെഗറ്റീവ് ലൂപ്പ് തകരും. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യൂ. ഡെയിലി അല്പനേരം നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കൂ. നിങ്ങളുടെ മനസ്സ് അപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് പ്രസൻറ്റിലേക്ക് തിരികെ വരും. ഗ്രാറ്റിറ്റ്യൂഡ്, ഡെയിലി നിങ്ങൾ ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ബ്രെയിൻ ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരും. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ പോസിറ്റീവ് എവിഡൻസ് കണ്ടെത്താൻ ബ്രെയിൻ പഠിക്കും. ചെറിയ ജോലികൾ ചെയ്യൂ. റൂം ക്ലീൻ ചെയ്യൂ, കിച്ചൺ ഓർഗനൈസ് ചെയ്യൂ, ചെടികൾക്ക് വെള്ളം നൽകൂ. ഇവ ചെറിയ ജോലികളാണ്, പക്ഷേ മനസ്സിന് ഡയറക്ഷൻ നൽകും. പിന്നെ ഫാമിലി ടൈം നിങ്ങൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് വളരുന്നത് ഒറ്റപ്പെടലിലാണ്. കുടുംബത്തോടൊപ്പം ഇരിക്കൂ, ചിരിക്കൂ, സംസാരിക്കൂ, മനസ്സിൻ്റെ ഭാരം കുറയ്ക്കൂ. പിന്നെ അല്പനേരം നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലൂ. പാർക്ക്, ബീച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ പോയി അല്പസമയം നിങ്ങൾ ചിലവഴിക്കൂ. മറ്റുള്ളവരെ സഹായിക്കൂ, ചാരിറ്റി ചെയ്യൂ, ആരെയെങ്കിലും പ്രോത്സാഹിപ്പിക്കൂ. കാരണം നമ്മുടെ ശ്രദ്ധ എന്നും പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ വേദനയും കുറയും. ബിസി ആയിരിക്കുക എന്നത് സ്വയം മറക്കുക എന്നല്ല, സ്വയം കണ്ടെത്തുകയാണ്. പർപ്പസ് ഉള്ള ബിസി നമുക്ക് സമാധാനം നൽകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ മരുന്ന് പേർപ്പസ്ഫുൾ ആക്ഷൻ. ഓർമ്മിക്കുക, ആക്ഷൻ കോൺഫിഡൻസ് നൽകും, കോൺഫിഡൻസ് ഹോപ്പ് നൽകും, ഹോപ്പ് നമുക്ക് സന്തോഷം നൽകും, സന്തോഷം നമുക്ക് വിജയം നൽകും, വിജയം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നില്ല, ആത്മവിശ്വാസം നൽകുന്നത് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ്. അതിന് ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ അതിലെ വെള്ളം ശുദ്ധമായിരിക്കും, പക്ഷേ ആ വെള്ളം നിശ്ചലമായി കിടന്നാൽ അതിൽ എന്തൊക്കെ സംഭവിക്കും? പായലും അഴുക്കും നിറയും. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഒഴുകുന്ന മനസ്സ് വളരും, നിശ്ചലമായ മനസ്സ് അനാവശ്യ ചിന്തകളാൽ നിറയും. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കൂ, ചെറിയ ചുവടുകൾ ഡെയിലി വയ്ക്കൂ. ഓർമ്മിക്കുക, ഓവർ തിങ്കിങ്ങിനെ തോൽപ്പിക്കുന്നത് കൂടുതൽ ചിന്തിച്ചല്ല, കൂടുതൽ ജീവിച്ചാണ്. ജീവിതം വിശകലനം ചെയ്യാൻ മാത്രമുള്ളതല്ല, അനുഭവിക്കാൻ ഉള്ളതാണ്. അതിനാൽ ഓരോ ദിവസവും ഒരു ചെറിയ കാര്യം ചെയ്യൂ.
വായിക്കൂ, 1 കിലോമീറ്റർ നടക്കൂ, ഒരു പുതിയ കാര്യം പഠിക്കൂ, ഒരു നല്ല പ്രവൃത്തി ചെയ്യൂ. കാരണം തിരക്കുള്ള ജീവിതമല്ല നിങ്ങളെ രക്ഷിക്കുന്നത്, ലക്ഷ്യമുള്ള ജീവിതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒറ്റ വാക്ക് മാത്രം എഴുതൂ, ആക്ഷൻ. കാരണം ആക്ഷനാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ മരുന്ന്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ആക്ഷനാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ മരുന്ന്. ആക്ഷനാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും ശക്തമായ മരുന്ന്. ഈ വീഡിയോ അനാവശ്യ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യൂ. ചിലപ്പോൾ ഒരു ചെറിയ പ്രവർത്തനം ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകാം. താങ്ക് യു.